ആദായനികുതി റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സ്വയം വെടിവെച്ചു മരിച്ചതിൽ അന്വേഷണം വേഗത്തിലാക്കി കർണാടക CID. CJ റോയിയുടെ കുടുംബത്തിന്റെ മൊഴിയെടുത്തു. മരണത്തിലേക്ക് തള്ളിവിട്ടത് IT ഉദ്യോഗസ്ഥരെന്ന് ആവർത്തിച്ചു കുടുംബം. അസിസ്റ്റന്റ് കമ്മീഷണർ കൃഷ്ണപ്രസാദിൽ നിന്ന് നേരിട്ടത് കൊടിയ മാനസിക സമ്മർദ്ദം. റോയിയുടെ സംസ്കാരം നാളെ കർണാടക ബെന്നാർഘട്ടയിൽ. CJ റോയിയുടെ മരണത്തിൽ കുടുംബത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി ആദായനികുതി വകുപ്പ്. റോയിയെ ഇന്നലെ ചോദ്യം ചെയ്തിട്ടില്ല. ആവശ്യപ്പെട്ടത് രേഖകളിൽ ഒപ്പിടാൻ മാത്രമെന്നും വിശദീകരണം. ഓഫീസിലെത്തിയ ഉടനെ 1-ാം നിലയിലേക്ക് പോയ റോയിയെ ഉദ്യോഗസ്ഥർ കണ്ടിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ. സ്വയം വെടിയുതിർത്ത വാതിലകത്തുനിന്ന് കുറ്റിയിട്ട ശേഷമെന്ന കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ. CJ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടൽ മാറാതെ ബിസിനസ് ലോകം. സമഗ്ര അന്വേഷണം വേണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഏറെ ദുരൂഹത നിറഞ്ഞ മരണമെന്ന് VD സതീശൻ. കേന്ദ്ര ഏജൻസിയുടേത് മനുഷ്യത്വ വിരുദ്ധ നടപടിയെന്ന് MV ഗോവിന്ദൻ. നടുക്കം രേഖപ്പെടുത്തി മോഹൻലാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ചോദ്യം ചെയ്ത നടൻ ജയറാമിന് SITയുടെ ക്ലീൻ ചിറ്റ്. സ്വർണം അപഹരിച്ചതിൽ നടനു പങ്കില്ല. പ്രതികളുമായി സാമ്പത്തിക ഇടപാടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയറാമിനെ തെറ്റിദ്ധരിപ്പിച്ച് ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചെന്നും SIT. ജയറാമിനെ പ്രധാന സാക്ഷികളിൽ ഒരാളാക്കാൻ നീക്കം. പ്രതികരണം ആരാഞ്ഞപ്പോൾ ശരണം വിളിച്ച് ജയറാം. സ്വാമിയെ എന്നെ വിട്ടേക്കൂ. സംസ്ഥാന സർക്കാരിനെ പാടെ അവഗണിച്ച അതിവേഗ റെയിൽ പദ്ധതിയിൽ E. ശ്രീധരന്റെ ദ്രുത നീക്കം. പദ്ധതി വിശദീകരിക്കാൻ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങും. യോഗങ്ങൾ ഫെബ്രുവരി 15 മുതൽ. പൊന്നാനിയിലെ ഓഫീസ് തിങ്കളാഴ്ച പ്രവർത്തന സജ്ജമാക്കും. നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും കോൺഗ്രസ് കൂടെ നിൽക്കുമെന്ന് VD സതീശൻ. ഇന്ത്യ ന്യൂസിലാൻഡ് 2020 ആവേശത്തിൽ അനന്തപുരി. പരമ്പരയിലെ അവസാന മത്സരം വൈകിട്ട് 7-ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ. ഒരുക്കങ്ങൾ പൂർണ്ണം. സ്വന്തം മണ്ണിൽ ആദ്യ മത്സരത്തിനൊരുങ്ങി സഞ്ജു സാംസൺ. തിരുവനന്തപുരം നഗരത്തിൽ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ. ഭിന്നശേഷി സംവരണത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു മലങ്കര കത്തോലിക്ക സഭ. സർക്കാർ അധ്യാപകരോട് കാട്ടുന്നത് ക്രൂരതയെന്ന് ക്ലീമിസ് കാത്തോലിക്ക ബാവ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പരിഹരിക്കണമെന്ന് മുന്നറിയിപ്പ്. ഈ സർക്കാർ സമയബന്ധിതമായി ഒരു പരിഹാരം എത്തിക്കണം എന്നത് നിർബന്ധത്തോടും ആവശ്യബോധത്തോടും കൂടി ഉണർത്തിക്കുകയാണ്. ക്ലീമിസ് ബാവ സർക്കാരിനെതിരെ പറഞ്ഞത് വസ്തുതാവിരുദ്ധമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഭിന്നശേഷി അധ്യാപകരെ കിട്ടുന്നില്ല എന്നത് വസ്തുത. സർക്കാരിന് പിടിവാശിയില്ലെന്നും മന്ത്രി. നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിൽ സസ്പെൻസ് ഇട്ട് K. മുരളീധരൻ. മത്സരിക്കാനുള്ള മൂടൊക്കെ പോയി. ഇത്തവണ കുഴിയിൽ ചാടാനില്ല. ഞാൻ മത്സരിക്കാനുള്ള മൂഡ് തന്നെ എനിക്കില്ല. പിന്നെ പാർട്ടി നിഗ്രഹത്തിന്റെ ഭാഗം സാധ്യതയുണ്ട്. അല്ല എന്താണെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാനിതൊന്നും അറിയുന്നില്ല. എനിക്കിതിനോട്ട് പങ്കുമില്ല. ഇത്തവണ കുഴി ചാടത്തില്ല. തന്നെ പിന്തുണയ്ക്കുന്ന പോസ്റ്ററുകൾ സ്നേഹം കൊണ്ടാണോ നിഗ്രഹിക്കാനാണോ എന്ന് അറിയില്ലെന്നും മുരളീധരൻ. സീറ്റുകളിൽ ചിലത് കോൺഗ്രസ് പിടിച്ചെടുക്കാൻ ഒരുങ്ങവെ അതൃപ്തി പരസ്യമാക്കി PJ ജോസഫ്. കാറ്റു മാറി വീശിയത് എല്ലാവരുടെയും അധ്വാന ഫലം എന്ന് ഓർമ്മപ്പെടുത്തൽ. സീറ്റ് ചർച്ചകളെക്കുറിച്ചുള്ള മാധ്യമ വാർത്ത തെറ്റെന്നും ജോസഫ്. 10 സീറ്റിൽ തന്നെ ഇത്തവണയും മത്സരിക്കണമെന്ന് ഹൈപ്പവർ കമ്മിറ്റി യോഗത്തിൽ ആവശ്യം. A ക്ലാസ് മണ്ഡലങ്ങൾ ഉൾപ്പെടെ 15 BJP സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരും കഴക്കൂട്ടത്ത് V. മുരളീധരനും ജനവിധി തേടും. മഞ്ചേശ്വരം പിടിക്കാൻ K. സുരേന്ദ്രൻ. ചെങ്ങന്നൂർ, കായംകുളം, പാലക്കാട് സീറ്റുകളിൽ ശോഭാ സുരേന്ദ്രനും പരിഗണനയിൽ. തൃപ്പൂണിത്തുറയിൽ സീറ്റ് ആവശ്യപ്പെട്ട മേജർ രവി. കൊല്ലം കുണ്ടറ സീറ്റ് തിരികെ പിടിക്കാൻ തീവ്ര ശ്രമവുമായി CPIM. മുൻമന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് വീണ്ടും അവസരം നൽകാൻ ആലോചന. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട സാഹചര്യം ഇപ്പോൾ ഇല്ലെന്ന് വിലയിരുത്തൽ. മേഴ്സിക്കുട്ടിയമ്മ അല്ലെങ്കിൽ ചിന്താ ജെറോം, SL സജികുമാർ, SR അരുൺ ബാബു എന്നീ പേരുകളും പരിഗണനയിൽ. V. ശിവൻകുട്ടിയുടെ വെല്ലുവിളിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് കൈകൂപ്പി മറുപടി നൽകി VD സതീശൻ. നിയമം വെല്ലുവിളി ഏറ്റെടുക്കാൻ ഇല്ലെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ്. ശിവൻകുട്ടി തന്നേക്കാൾ നിലവാരമുള്ള നേതാവ്, ഏറ്റുമുട്ടാനില്ലെന്നും VD. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ യുവതി ജീവനൊടുക്കിയതിൽ വഴിത്തിരിവ്. ഒരുമിച്ച് മരിക്കാമെന്ന് വിശ്വസിപ്പിച്ച ഭാര്യയെ മരണത്തിലേക്ക് തള്ളിവിട്ടത് ഭർത്താവെന്ന് കണ്ടെത്തൽ. ഭർത്താവ് ശിവദാസൻ സ്വന്തം കഴുത്തിലിട്ടത് മുറുകാത്ത കുരുക്ക്.
ശിവദാസനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത പോലീസ്. കോഴിക്കോട് എലത്തൂർ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പോലീസിന്. ജീവന് അപായമുണ്ടെന്ന് കാണിച്ച യുവതി കല്ലായിലെ കൗൺസിലിംഗ് സെന്ററിലേക്ക് സന്ദേശം അയച്ചതായി കണ്ടെത്തൽ. എഴുതിവെച്ച ഡയറിയുടെ പകർപ്പ് കൗൺസിലിംഗ് നടത്തിയയാൾക്ക് വാട്സാപ്പ് ചെയ്തത് കൊല്ലപ്പെടുന്ന ദിവസം. കൊല്ലം തേവലക്കര സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് വീടൊരുങ്ങി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു വിദ്യാഭ്യാസ മന്ത്രി. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയത് വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാതെ. വീട്ടിൽ മിഥുനില്ലെന്ന വേദന വേട്ടയാടുന്നുവെന്നും മന്ത്രി വി ശിവൻകുട്ടി. അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി. സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകിട്ട്. എക്സൈസ് കായിക വകുപ്പുകൾ സുനേത്രയ്ക്ക് നൽകാൻ തീരുമാനം. ധനകാര്യ വകുപ്പ് താത്കാലികമായി മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നവിസ് കൈകാര്യം ചെയ്യും. അമേരിക്ക പുതുതായി പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയൽ രേഖകളിൽ സൊഹ്റാൻ മംദാനിയുടെ അമ്മയുമായ മീര നായരുടെ പേരും 2009 എപ്സ്റ്റീന്റെ കൂട്ടാളിയുടെ വീട്ടിൽ നടന്ന പാർട്ടിയിൽ മീര നായരും ബിൽ ക്ലിന്റൺ, ജെഫ് ബെസോസ് ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തെന്ന രേഖ. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് വഴിയൊരുങ്ങുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. US സൈനിക നടപടിയെ ഇറാൻ ഭയക്കുന്നുണ്ടെന്ന് വാദം. ട്രംപിനെ തള്ളി ഇറാൻ വിദേശകാര്യമന്ത്രി. ഒരു ചർച്ചകൾക്കും ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നും അബ്ബാസ് അരാക്ചി. MC റോഡ് കീഴിലെത്ത ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ജീവൻ നഷ്ടമായത് പുല്ലുവഴി സ്വദേശി അശ്വിൻ ആന്റണിക്ക്. ടോപ്പ് ഗിയറിൽ കുതിച്ച സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. പവന് 6320 രൂപ കുറഞ്ഞ് 1,17,760 രൂപയിലെത്തി. ഗ്രാമിന് 14,720 രൂപ. സ്വർണ്ണവില കുറയുന്നത് തുടർച്ചയായ 2ാം ദിനം. 3ാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2ാം സമ്പൂർണ്ണ ബജറ്റ് നാളെ. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് എന്തു നൽകുമെന്നതിൽ ഉദ്വേഗം. നികുതി ഇളവുകൾ ഉൾപ്പെടെ ഉറ്റുനോക്കി രാജ്യം. പ്രതീക്ഷകളോടെ കാർഷിക മേഖല. ഫോൺ ടാപ്പിംഗ് കേസിൽ തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന് വീണ്ടും നോട്ടീസ് അയച്ചു പോലീസ്. നാളെ ഉച്ചയ്ക്ക് വീട്ടിലെത്തി ചോദ്യം ചെയ്യുമെന്ന് SIT. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കം 6000 പേരുടെ ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ അന്വേഷണം. 2 വർഷത്തെ അടച്ചിടലിന് ശേഷം ഗാസയെ ഈജിപ്തുമായി ബന്ധിപ്പിക്കുന്ന റഫ അതിർത്തി നാളെ തുറക്കും. കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇസ്രായേൽ. പ്രതിദിനം 50 പേർക്ക് മാത്രം ഗാസയിലേക്ക് പ്രവേശിക്കാൻ അനുമതി. പുറത്തേക്ക് അനുവദിക്കുക 150 പേരെ. ഗാസ യുദ്ധത്തിൽ 70,000-ത്തിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ച് ഇസ്രായേൽ. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക് ഇസ്രായേൽ അംഗീകരിക്കുന്നത് ഇതാദ്യം. 2023 ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ 71,667 പലസ്തീനികൾ കൊല്ലപ്പെട്ടെന്ന് കണക്ക്. റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾക്കിടെ വ്ളാഡിമിർ പുടിന്റെ പ്രത്യേക ദൂതൻ അമേരിക്കയിലേക്ക്. ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ചകൾ നടക്കുമെന്ന് റിപ്പോർട്ട്. ചർച്ചയുടെ അജണ്ട അവ്യക്തം. പ്രശസ്ത കനേഡിയൻ നടിയും എമ്മി പുരസ്കാര ജേതാവുമായ കാതറിൻ ഒഹാര അന്തരിച്ചു. 71 വയസ്സായിരുന്നു. ലോസ് ആഞ്ചലസിലെ വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം. ഹാസ്യവേഷങ്ങളിലൂടെ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയയായ താരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വിജയവഴിയിൽ തിരിച്ചെത്താൻ ആഴ്സണൽ ഇന്നിറങ്ങും. എവേ മത്സരത്തിൽ ലീഡ്സിനെ നേരിടും. ലിവർപൂളും ചെൽസിയും ഇന്ന് കളത്തിൽ. ലാ ലീഗയിൽ ജയം തുടരാൻ ബാഴ്സലോണ.